നമസ്തേ, എല്ലാവർക്കും ആത്മാ പ്രണാമം. ഓം നമ ശിവായ. ഹിമാലയൻ സിദ്ധാശ്രമ യോഗ സാധക കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ലഘു തന്ത്ര പഠന കോഴ്സ് ആരംഭിക്കുകയാണ്. ഇതിന്റെ 5ാമത്തെ ബാച്ചാണ് നമ്മളിപ്പോ വരും ദിവസങ്ങളിൽ ആരംഭിക്കുക. ധാരാളം പേര് ചോദിക്കാറുണ്ട് തന്ത്രശാസ്ത്രത്തെ പഠിപ്പിക്കാമോ എന്നുള്ളത്. നിലവിൽ ഹിമാലയൻ സിദ്ധാശ്രമ യോഗ സാധക കേന്ദ്രം പഠിപ്പിക്കുന്നത് ശിവകുണ്ഡലിനി യോഗം എന്ന പൗരാണികമായ ഒരു ധ്യാനവിദ്യയാണ്. അതോടൊപ്പം തന്നെ നമ്മളുടെ സംവിധാനത്തിൽ ശൈവശാക്തേയ താന്ത്രിക വിദ്യാപീഠം അത് തന്ത്രശാസ്ത്രത്തെ കൂടി പഠിപ്പിക്കുന്നുണ്ട്. തന്ത്ര എന്ന വാക്ക് നമുക്കേറെ സുപരിചിതമാണ്. യോഗ പോലെ, വേദാന്തം പോലെ തന്ത്ര എന്ന വാക്ക് നമുക്ക് സുപരിചിതമാണ്. തന്ത്രശാസ്ത്രം ഭാരതത്തിലെ ആർഷ ഋഷി ഗുരുക്കന്മാരുടെ അതുല്യമായ ഒരു സംഭാവനയാണ്. അത് ഭൗതിക രംഗത്തും ആത്മീയ രംഗത്തും ഉന്നതമായ തലങ്ങളെ നമുക്ക് പ്രാപ്തമാക്കുവാൻ സഹായിക്കുന്ന ഒരു വിദ്യയാണ്. എന്നാൽ പലരും തന്ത്രയെ സമീപിക്കുന്നത് ഇതെന്തോ ഭീതിതമായ ഒന്നാണ്, ഇത് അപകടകരമാണ്, ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള അപകടങ്ങൾ സംഭവിക്കും എന്നുള്ളതാണ് പലർക്കും തന്ത്രയെ പറ്റിയിട്ടുള്ള ഒരു തെറ്റായിരിക്കുന്ന ഒരു വിശ്വാസം. തന്ത്രശാസ്ത്രത്തെ നമ്മൾ ഭയക്കേണ്ടതുണ്ടോ? ഭയക്കേണ്ടതില്ല. ഇപ്പൊ നമ്മൾ വീട്ടിൽ വൈദ്യുതി ഉപയോഗിക്കാറുണ്ട് അല്ലെ? വൈദ്യുതിയെ നിങ്ങൾ ഭയക്കേണ്ടതുണ്ടോ? നിങ്ങളുടെ വീട്ടിലുള്ള വയറ് പൊട്ടിക്കിടന്നാൽ അല്ലെങ്കിൽ ലൈൻ കമ്പി പൊട്ടിക്കിടന്നാൽ വൈദ്യുതിയെ ഭയക്കണം അല്ലെ? അതല്ലാതെ കൃത്യമായി വയറുകളിലൂടെ, കേബിളുകളിലൂടെ, ലൈൻ കമ്പിയിലൂടെ നിങ്ങളുടെ വീട്ടിൽ വരുന്ന വൈദ്യുതി നിങ്ങൾക്ക് നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയും, അപകടമില്ലാതെ ഉപയോഗിക്കാൻ കഴിയും. അതുകൊണ്ടാണ് ബൾബുകൾ പ്രകാശിക്കുന്നത്, മിക്സി വർക്ക് ചെയ്യുന്നത്, AC വർക്ക് ചെയ്യുന്നത് എല്ലാം ഇതേ വൈദ്യുതി ഉപയോഗിച്ചുകൊണ്ടാണ്. അതേസമയം അത് ശരിയായ ചാനലിൽ അല്ലെങ്കിൽ അവിടെ വീട്ടിലെ വയറ് പൊട്ടിക്കിടന്നാൽ നമുക്കത് ഷോക്ക് അടിക്കും. തന്ത്ര യഥാവിധി നമ്മൾ പഠിച്ചാചരിക്കുകയാണെങ്കിൽ, കാരണം തന്ത്ര പഠിക്കുമ്പോൾ ഏതെങ്കിലും പുസ്തകം നോക്കി നിങ്ങൾ തന്ത്ര അഭ്യസിക്കരുത്, യൂട്യൂബ് നോക്കി തന്ത്ര അഭ്യസിക്കരുത്. ഏതെങ്കിലും ഒരു ഗുരുപരമ്പരയുടെ കീഴിൽ ശരിയായി നമ്മൾ തന്ത്രശാസ്ത്രം പഠിക്കണം. അതല്ലാതെ നമ്മൾ യൂട്യൂബ് കണ്ടോ ഏതെങ്കിലും മാന്ത്രിക പുസ്തകങ്ങൾ വായിച്ചിട്ട് തന്ത്രയിലെ മന്ത്രങ്ങൾ ചെയ്യുമ്പോൾ, ഉപാസനകൾ ചെയ്യുമ്പോഴാണ് പലപ്പോഴും അപകടമാകുന്നത്. ഇത് ഈ പറഞ്ഞതുപോലെ വൈദ്യുതിയുടെ കമ്പി പൊട്ടിക്കിടന്നാൽ ഷോക്കടിക്കുന്നത് പോലെയാണത്, അപകടകരമാണ്. അപ്പൊ യഥാർത്ഥ ഗുരുപരമ്പരകളിൽ നിന്ന് തന്ത്രശാസ്ത്രം നമ്മൾ അഭ്യസിക്കണം. ഇവിടെ ഹിമാലയൻ സിദ്ധാശ്രമ യോഗ സാധക കേന്ദ്രം, അതിന്റെ തന്നെ തന്ത്ര പഠന കേന്ദ്രമായിരിക്കുന്ന ശൈവശാക്തേയ താന്ത്രിക വിദ്യാപീഠം ഹിമാലയത്തിലെ അതിപൗരാണികമായ ഗുരുപരമ്പരയാണ്. നമ്മുടെ പരമ ഗുരുദേവ് സ്വാമി നിഖിലേശ്വരാനന്ദ പരമഹംസജി, അദ്ദേഹമാണ് നമുക്ക് ഈ വിദ്യകളൊക്കെ പകർന്നു തരുന്നത്. അപ്പോൾ നമ്മൾ യഥാർത്ഥ ഗുരുപരമ്പര സിസ്റ്റത്തിലാണ് ഇത് പഠിപ്പിക്കുന്നത്. ഇത് സാധാരണക്കാരായിരിക്കുന്ന നമ്മളുടെ ഗൃഹസ്ഥന്മാർക്ക് വേണ്ടിയുള്ള ലളിതമായ ഒരു ഉപാസനാക്രമമാണ്. അങ്ങനെയാണ് ഇതിനെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഗൃഹസ്ഥാശ്രമിക്കും തന്ത്രശാസ്ത്രം അഭ്യസിക്കാം. യഥാർത്ഥത്തിൽ ഭാരതീയ ഋഷിവര്യന്മാർ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഈ മഹാശാസ്ത്രം മനുഷ്യന്റെ ഭൗതികവും ആത്മീയവുമായ സമ്പൂർണ്ണ ജീവിത വിജയത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ളത്. പക്ഷേ യോഗത്തിൽ നിന്ന് തന്ത്രയ്ക്കുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, യോഗവിദ്യ റോസാദളങ്ങൾ നിറഞ്ഞ ഒരു പാതയിലൂടെയുള്ള നടത്തമാണെങ്കിൽ തന്ത്രശാസ്ത്രം അല്പം മുള്ളുകളുള്ള ഒരു പാതയിലൂടെയുള്ള നടത്തമാണ്. യോഗ പോലെ അത്ര സിമ്പിൾ അല്ല തന്ത്രശാസ്ത്രം പഠിക്കുക എന്നുള്ളത്. എന്നാൽ വളരെ വേഗത്തിൽ ഫലസിദ്ധി നൽകുന്ന ഒരു ശാസ്ത്രമാണ് തന്ത്ര എന്ന് പറയുന്നത്. തന്ത്രയെ പറ്റി വളരെ വിശദമായിട്ടുള്ള 10 ക്ലാസ്സുകൾ മുന്നേ എടുത്തിട്ടുണ്ട്. ഈ വീഡിയോയുടെ തൊട്ട് താഴെ ലിങ്കിൽ ആ 10 ക്ലാസ്സുകളും കൊടുത്തിട്ടുണ്ട്. അപ്പൊ തന്ത്ര ഭയപ്പെടേണ്ട ഒരു ശാസ്ത്രമാണോ? ഒരിക്കലുമല്ല. തന്ത്രശാസ്ത്രത്തിൽ പ്രധാനമായും ദേവതാ ഉപാസനകളാണ് വരിക. ശിവനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉപാസനകളാണ് ശൈവത്തിൽ വരിക. ശാക്തേയം ദേവിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉപാസനകളാണ് ശാക്തേയ വിഭാഗത്തിൽ വരിക. ഗാണപത്യം മഹാഗണപതിയുമായി ബന്ധപ്പെട്ട ഉപാസനകൾ അതിൻ്റെ അകത്ത് വരുന്നു. സ്കാന്തം സുബ്രഹ്മണ്യനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉപാസനകൾ അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. സൗരം സൂര്യസമ്പ്രദായം, അങ്ങനെയുള്ള വിവിധങ്ങളായിട്ടുള്ള ഉപാസനാക്രമങ്ങൾ ആ വിഭാഗത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ശൈവം, ശാക്തേയം, വൈഷ്ണവം, വിഷ്ണുവുമായി ബന്ധപ്പെട്ട ഉപാസനകളാണ് വൈഷ്ണവം, ഗാണപത്യം, സ്കാന്തം, സൗരം. ഇത്രയും പ്രധാന ഒരു വിഭാഗങ്ങളായിട്ട് തന്ത്രയെ തിരിച്ചിട്ടുണ്ട്. അതുകൂടാതെ മറ്റനേകം ലൗകിക സാധനകള്, അലൗകിക സാധനകള്, സിദ്ധി സാധനകള്, ദേവതാ സാധനകള്, ഉപദേവതാ സാധനകള്,
അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള മെത്തേഡുകൾ തന്ത്രശാസ്ത്രത്തിലുണ്ട്. വാമഭാഗമെന്നും ദക്ഷിണഭാഗമെന്നും തന്ത്രത്തിനെ തിരിച്ചിട്ടുണ്ട്. അതായത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ ആഗ്രഹിക്കുന്ന പലതും നേടിയെടുക്കാൻ തന്ത്രയിലെ ടെക്നിക്കുകൾക്കാവും. അത് തന്ത്രയിൽ പറയുന്ന മന്ത്രങ്ങളുടെ ഉപാസന കൊണ്ടോ അല്ലെങ്കിൽ യന്ത്രങ്ങൾ വെച്ചുകൊണ്ടിട്ടുള്ള ഉപാസനകൾ കൊണ്ടോ ആ യന്ത്രത്തെ പ്രതിദാനം ചെയ്യുന്ന ഒരു ദേവതയുടെ സഹായത്താലോ പലതും നേടാൻ കഴിയും എന്നുള്ളതാണ് യോഗിവര്യന്മാര് പറയുന്നത്. അപ്പൊ അത്തരത്തിൽ വളരെ വിശാലമായ വിപുലമായ ഒരു ശാസ്ത്രമാണ് തന്ത്രം എന്ന് പറയുക. തന്ത്രത്തിൽ പ്രധാനമായും 3 അനുഷ്ഠാന പദ്ധതികളുണ്ട്. അത് അറിയപ്പെടുന്നത് ഒന്നാമത്തേത് കൗളം, രണ്ടാമത്തേത് മിശ്രം, മൂന്നാമത്തേത് സമയം എന്നുള്ളതാണ്. അതായത് നമ്മൾ ചെയ്യുന്ന പ്രാക്ടീസിനെ അടിസ്ഥാനപ്പെടുത്തി 3 രീതിയിൽ ഇതിനെ തിരിച്ചിട്ടുണ്ട്. കൗളം എന്ന് പൊതുവെ നമ്മളതിൻ്റെ അടിസ്ഥാന അർത്ഥത്തിൽ കൗളത്തെ നമ്മൾ സമീപിക്കുമ്പോൾ അത് ബാഹ്യ പൂജകള്, ക്ഷേത്ര പൂജകള്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിൻ്റെ അകത്ത് വരിക. വിവിധങ്ങളായിട്ടുള്ള സാമഗ്രികളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന പൂജകളൊക്കെയാണ് അതിൻ്റെ അകത്ത് വരിക. മിശ്രപൂജ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ബാഹ്യമായിട്ടുള്ള വസ്തുക്കൾ ഉണ്ടാവും, അതുപോലെ തന്നെ നമ്മുടെ അന്തരംഗ പൂജയും കൂടി അതിൻ്റെ അകത്ത് ഉൾപ്പെടുന്നുണ്ട്. സമയമാർഗം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും ബാഹ്യമായ വസ്തുക്കളൊന്നും തന്നെ ഉപയോഗിക്കാതെ നമ്മളുടെ ഷഡാധാര ചക്രങ്ങളും പ്രാണനും മന്ത്രവും മനസ്സും കുണ്ടലിനി ശക്തിയൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി ചെയ്യുന്നതാണ് നമ്മൾ പറയുന്ന സമയമാർഗക്രിയ. കൗളം, മിശ്രം, സമയം എന്ന് 3ആയി പൊതുവെ ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് അതിനെപ്പറ്റി ഇപ്പൊ ഇങ്ങനെ മനസ്സിലാക്കാം. അതിന് വളരെ വിശാലമായിട്ട് അതിനെപ്പറ്റി പറയാനുണ്ട്. ഈ കൗളം എന്ന് പറയുമ്പോൾ തന്ത്രം നമ്മൾ പഠിച്ചു പോകുമ്പോൾ ശിവനെ ഏറ്റവും വലിയ കൗളനായിട്ടാണ് പറയുക. തന്ത്രയുടെ ബേസിക് അർത്ഥത്തിലും ബാഹ്യപൂജകൾ വരുന്ന അർത്ഥത്തിലും കൗളം എന്ന് പറയാറുണ്ട്. പക്ഷെ അതിന്റെ ഏറ്റവും ഉയർന്ന തലം പാരമാർത്ഥിക തലത്തിലും കൗളമാർഗ അനുഷ്ഠാനങ്ങൾ അതിൻ്റെ അകത്ത് വരാറുണ്ട്. അതിനെപ്പറ്റി നമുക്ക് പിന്നീട് വിശദമാക്കാം. അപ്പൊ നമ്മൾ ഇവിടെ പഠിക്കുന്നത് തന്ത്രശാസ്ത്രത്തിലെ ഈ 6 വിഭാഗങ്ങൾ പറഞ്ഞതില് ശാക്തേയ വിഭാഗത്തിലെ ഉപാസനയാണ് നമ്മൾ പഠിക്കുക. ശാക്തേയ വിഭാഗം സമയമാർഗം എന്ന് വെച്ചാൽ ബാഹ്യമായിട്ടുള്ള ഹോമകുണ്ടമോ പുഷ്പങ്ങളോ അല്ലെങ്കിൽ മണിയടിയോ നൈവേദ്യമോ ഇതൊന്നുമില്ലാതെയുള്ള ലളിതമായൊരു ഉപാസനാക്രമമാണ്. അതായത് നമ്മൾ എന്നും സന്ധ്യയ്ക്ക് വിളക്ക് വെച്ച് നാമങ്ങൾ ജപിക്കാറുണ്ടല്ലോ, അതുപോലെ ഒരു വിളക്ക് ഒരു ദീപത്തിന്റെ സാന്നിധ്യത്തിൽ ചെയ്യുന്ന ശാക്തേയം. ശാക്തേയം എന്ന് വെച്ചാൽ ശക്തി, ദേവിയുമായിട്ട് ബന്ധപ്പെട്ട ഉപാസനയാണ് നമ്മളിവിടെ പഠിപ്പിക്കുന്നത്. ലളിതമായ ഉപാസനയാണ്, ഗൃഹസ്ഥന്മാരായിട്ടുള്ളവർക്ക് ചെയ്യാം. ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് വ്രതങ്ങളോ നിയമങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ല. വെജിറ്റേറിയൻ ആകണം എന്നുള്ള നിർബന്ധമൊന്നും പറയുന്നില്ല. പൂർണ്ണ ബ്രഹ്മചര്യ പാലനത്തെ പറ്റി പറയുന്നില്ല. ഗൃഹസ്ഥാശ്രമിക്കും ഈ പ്രാക്ടീസ് ചെയ്യാം. ഏതാണ്ട് അരമണിക്കൂർ മുതൽ 45 മിനിറ്റ് വരെയുള്ള സമയമാണ് ഇതിന്റെ ആദ്യ പാദ ഉപാസനയ്ക്ക് വേണ്ടി വരിക. തന്ത്ര കോഴ്സിന് അതിലെ ശാക്തേയ വിഭാഗത്തിലെ ഭദ്രകാളി ഉപാസനാക്രമമാണ് നമ്മൾ പഠിക്കുക. അതിനെ 4 പാർട്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, 4 ലെവലായിട്ട് തിരിച്ചിട്ടുണ്ട്. ലെവൽ 1, 2, 3, 4 ഇതാണ് അതിന്റെ ബേസിക്, തന്ത്രയുടെ ബേസിക് ആയിട്ടുള്ള ഒരു കോഴ്സ്. ഇത് സൗജന്യമാണ്. ഇത് പഠിക്കുന്നതിന് പ്രത്യേകിച്ച് ഫീസോ മറ്റോ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങളുടെ പേര്, വയസ്സ്, നിങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള മേൽവിലാസം എന്നിവ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ അയച്ചു കഴിഞ്ഞാൽ നിങ്ങളെ അതിൻ്റെ ഗ്രൂപ്പിലേക്ക്, വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും. ആദ്യ 10 ദിവസങ്ങളിൽ അതിൻ്റെ അടിസ്ഥാന കാര്യങ്ങളെ പറ്റിയുള്ള ക്ലാസ്സുകളാണ്. നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം, ചോദ്യോത്തര വേദിയുണ്ട്. എന്നിട്ട് ആ 10 ദിവസത്തെ ക്ലാസ്സിൽ പങ്കെടുത്തിട്ട് എനിക്കിത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ സമയമുണ്ട്, നല്ലതാണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്കതിൻ്റെ പ്രാക്ടിക്കൽ സെഷനിലേക്ക് കിടക്കാം. സൗജന്യമായിട്ടുള്ള കോഴ്സാണ്. ഒരിക്കൽ കൂടി, ഇത് നമ്മൾ പഠിക്കുന്നതിന് പ്രത്യേകിച്ച് വ്രതങ്ങളോ നിയമങ്ങളോ ഇല്ല, പ്രത്യേകിച്ച് ഫീസില്ല, ഗൃഹസ്ഥാശ്രമിക്കുകയും ചെയ്യാം. പക്ഷെ അരമണിക്കൂറെങ്കിലും നമുക്ക് സമയം മാറ്റിവെക്കാൻ കഴിയണം. അരമണിക്കൂറെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളിത് ഇതിൽ കോഴ്സിൽ ചേർന്നിട്ട് കാര്യമുള്ളൂ. അപ്പൊ ആദ്യ തന്ത്ര പരിചയം എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിലേക്കാണ് നിങ്ങളെ ആഡ് ചെയ്യുക. അതാണ് 10 ദിവസത്തെ ക്ലാസ്സിൽ തന്ത്രയെ പറ്റി പരിചയപ്പെടുത്തും. എന്താണ് തന്ത്ര, എന്തിനാണ് തന്ത്ര, തന്ത്രയിലെ വിഭാഗങ്ങൾ എന്തൊക്കെയാണ്, ദേവതാ ഉപാസനകൾ എന്തൊക്കെയാണ്, അത് നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ജീവിതത്തെ ഏത് രീതിയിൽ ചിട്ടപ്പെടുത്തണം, ഇത് പഠിച്ചതുകൊണ്ട് ഭൗതിക രംഗത്തും ആത്മീയ രംഗത്തും ഏത് വിധത്തിലുള്ള മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും, ഇതിന്റെ പിന്നിലെ സയൻസ് എന്താണ് തന്ത്രശാസ്ത്രത്തിന്റെ, ഇങ്ങനെയുള്ള അടിസ്ഥാന വിവരങ്ങളാണ് 10 ദിവസത്തെ തന്ത്ര പരിചയ കോഴ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ അതിൽ നിങ്ങൾ അംഗങ്ങളാകുക, അതിൽ നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം. എന്നിട്ട് കൊള്ളാമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ പ്രാക്ടിക്കൽ സെഷനിലേക്ക് കടക്കുക.